ഇന്നൊരു ലെസൺ പഠിച്ച് നാളെ ആവുമ്പോഴേക്കും അതൊന്ന് റിവൈസ് ചെയ്യാൻ നോക്കുമ്പോൾ ഒന്നും ഓർത്തെടുക്കാൻ പറ്റാതെ തോന്നാറുണ്ടോ? ഒരുപാട് സമയം ഇരുന്ന് പഠിച്ച് പിന്നീട് അതൊന്ന് നോക്കുമ്പോൾ ഒന്നും തലയിൽ നിന്നില്ല എന്നൊരവസ്ഥയിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടോ? എക്സാമിന്റെ സമയത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റീകോൾ ചെയ്യാൻ നോക്കുമ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? ഇതിനൊക്കെയുള്ള ഉത്തരം നിങ്ങളുടെ കയ്യിൽ യെസ് എന്നാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനും ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച ഓരോ കാര്യങ്ങളും നമുക്ക് ഓർത്തെടുക്കാനും അത് ഭാവിയിൽ തന്നെ നിങ്ങൾക്ക് നിലനിർത്താനും മറന്നു പോവാതെ നിങ്ങൾക്ക് ഓർമ്മിച്ചുകൊണ്ടിരിക്കാനുമുള്ള കുറച്ച് ഈസി സിമ്പിൾ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെയാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ പോകുന്നത്. ഓക്കെ, സോ 6 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോ കാര്യങ്ങളും മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടതുള്ളത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സ്കിം ഫസ്റ്റ്. അപ്പോൾ നമ്മളല്ലേ ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം നോക്കേണ്ടത് ഉടക്കി ഇരുന്നിട്ട് വായിച്ച് നോക്കാനല്ല, പക്ഷെ ആദ്യം തന്നെ എന്താണ് അതിൽ പഠിക്കാനുള്ളതെന്ന് ഓരോ ടോപ്പിക്സ് നിങ്ങൾ നോക്കുക. ഒരു ചാപ്റ്റർ എടുക്കുക, അതിൽ ഓരോ ടോപ്പിക്സും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക എന്തൊക്കെയാണ് അതിൽ ഉള്ളടങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ വരുത്തുക. നെക്സ്റ്റ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ടീച്ച് ഇറ്റ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് ടീച്ചിങ് എന്നുള്ളതാണ്. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റൊരാളെ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിക്കാൻ ശ്രമിച്ചാൽ അത് നമ്മളെ തലയിൽ അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടിരിക്കും. അതായത് നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങളുടെ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ആരും മുമ്പിൽ തന്നെ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിപ്പിച്ചു കൊടുത്തിട്ട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് റീഡ് അലൗഡ്. മെല്ലെ വായിക്കുമ്പോൾ മക്കളെ നമുക്ക് വളരെ ബോറിംഗ് ആയിട്ട് തോന്നും, പഠിക്കുന്ന കാര്യങ്ങളൊന്നും തലയിൽ നിൽക്കൂല, നമ്മൾ വായിച്ചിങ്ങനെ പോവുക അല്ലാതെ മറ്റൊരു ബെനിഫിറ്റും നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറക്കെ വായിച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഉറക്കെ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ സൗണ്ട് നമ്മുടെ ബ്രെയിനിലേക്ക് വരികയും ചെയ്യും. അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ അവിടെയും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. നെക്സ്റ്റ് തിങ് ഈസ് ആക്റ്റീവ് റീകോൾ. പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്പം തന്നെ റീകോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു കോൺസെപ്റ്റ് പഠിച്ചാൽ നിങ്ങൾ തന്നെ ബുക്ക് ഒന്ന് മടക്കി വെച്ചിട്ട് ചിന്തിക്കുക എന്ത് കാര്യങ്ങളായിരുന്നു ഞാനിപ്പോൾ പഠിച്ചതെന്ന്. അതൊന്ന് റീകോൾ ചെയ്തിട്ട് മാത്രം നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഇനി അടുത്തൊരു ടിപ്പാണ് നമ്മളുടെ റിവൈസ് എന്ന് പറയുന്ന കാര്യം. അപ്പം നിങ്ങൾ ഏതൊരു സാധനവും ഇന്നൊരു ദിവസം പഠിച്ചാൽ അത് ആ പഠിച്ചതിന് ശേഷം ബുക്ക് അടിച്ചു വെക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, 24 ഹവേഴ്സിനുള്ളിലായിട്ട് തന്നെ പഠിച്ചിരുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ത്രൂ ഔട്ട്, അതായത് ലോങ് ടേമിലേക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ദ ഫൈനൽ തിങ് ഈസ് വിഷ്വൽ മെമ്മറി. അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് വിഷ്വൽ മെമ്മറിയാണ്. അപ്പം നമുക്ക് ബോറടിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്, എക്സ്പെഷ്യലി നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ. അപ്പം നമുക്ക് നമ്മളുടെ കോൺസെൻട്രേഷൻ ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഡൂഡ്ലിങ് ചെയ്യുക, അതായത് കുറച്ചിങ്ങനെ കുത്തി വരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മൈൻഡ് മാപ്സ് വരയ്ക്കുക, ഫ്ലോ ചാർട്ട്സ് വരയ്ക്കുക, അതിലൂടെ വരച്ചുകൊണ്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഈ ഒരു 6 ടിപ്സും നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് തരികയാണ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ആൻഡ് ഓൾസോ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരുപാട് കാലത്തേക്ക് നിങ്ങൾക്ക് ഓർത്തിരിക്കാനും കഴിയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കോൺഫിഡൻറ്റ് എന്ന് കമൻറ്റ് ചെയ്യാം.